ഇല്ല, ഇതല്ല, ഇതിലപ്പുറം നീ അനുഭവിക്കണം. ഞാനായിട്ട് വരുത്തി വെച്ചതല്ലേ, അത് ഞാനായിട്ട് തന്നെ അങ്ങ് അനുഭവിച്ചോളാം. പാതി അനുഭവിക്കണമെന്ന് പറഞ്ഞേ ഞാൻ നിന്നെ ഇങ്ങോട്ട് വിളിച്ചോന്ന്. വിളിച്ചോടി? ഇല്ലല്ലോ. ഇനി മേലാൽ ഇതുപോലുള്ള വർത്തമാനം പറഞ്ഞുകൊണ്ട് എന്റെ കുടുംബത്തിൽ കയറി വന്നേക്കരുത്. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. ഞാൻ ഇറങ്ങാം, പക്ഷേ അതിനു മുമ്പ് എനിക്കൊരു കാര്യം അറിയണം. ഏത് കുടുംബം സ്ഥലം ചിലപ്പോ ഞാനിതങ്ങ് വാങ്ങിച്ചുന്നിരിക്കും. ജപ്തി ചെയ്ത് ലേലത്തി വെക്കുമ്പോ കാശുള്ളവർക്ക് വന്ന് വില പറയാലോ. പിന്നതെ ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ, അതും ഉള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ. ഇവിടെ നടിച്ചിറക്കുമ്പോ പ്രീതി അവിടെ ഉണ്ടല്ലോ, 2 ദിവസം അവിടെ പോയി നിക്കാലോ എന്ന് കരുതി അങ്ങോട്ടേക്കൊന്നും ഓടിക്കേറി വന്നേക്കരുത്. ബുദ്ധിമുട്ടാകും. അതൊന്ന് നേരിൽ കണ്ട് പറയാൻ കൂടിയാ ഞാൻ ഇപ്പൊ ഈ വഴി വന്നത്. രാഘവൻ നായരെ, പോകുന്നു. ഇനി എവിടെയെങ്കിലും വെച്ച് നമുക്ക് കാണാം. കൃത്യമായിട്ട് പറയാൻ നിങ്ങൾക്കൊരു സ്ഥലമില്ലാത്തതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. എന്നാ വരട്ടെ സത്യഭാമേ. ഒരു തരിമ്പ് പോലും നിന്റെ അഹന്തയും അഹങ്കാരവും കുറയുന്നില്ലല്ലോ. എത്രയോ വട്ടം ഞാൻ പറഞ്ഞതാ നമുക്ക് ഈ ബിസിനസ് വേണ്ട വേണ്ടെന്ന്. നീ സമ്മതിച്ചോ? നീ തന്നെയല്ലേ ഈ അവസ്ഥ ഈ കുടുംബത്തിനുണ്ടാക്കി വെച്ചത്. തമേ കൊടുത്ത കൊല്ലത്തും കിട്ടുന്നൊരു ചൊല്ലുണ്ട്. നീ അന്നു മുതൽ ജീവിതത്തിന്റെ തുടക്കത്തിൽ എന്തൊക്കെ കുഴപ്പങ്ങളാണ് ഉണ്ടാക്കി വെച്ചത് അതൊക്കെ എണ്ണം പറഞ്ഞ് തേടി വന്നുകൊണ്ടിരിക്കുക. എത്ര പേരെ നീ ഇതിനോടകം വെറുപ്പിച്ചു, എത്ര പേരെ നീ അകറ്റി. ഇത് മുഴുവൻ അനുഭവിക്കണം. കണ്ണീന്ന് കണ്ണീരിന് പകരം ചോറ് വന്നാൽ നീ പഠിക്കൂ. ഞാനങ്ങ് പഠിച്ചോളാം. ഒറ്റയ്ക്ക് ഞാനങ്ങ് അനുഭവിക്കുകയും ചെയ്തോളാം. ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളൊക്കെ ഒറ്റയ്ക്ക് അങ്ങ് തീർക്കാനും എനിക്കറിയാം. എന്നാലും ഇവളിനി ഇവിടെ വേണ്ട. സത്യമേ, കടക്കടി എന്റെ വീട്ടിൽ നിന്ന്. കടക്കടി, കടക്കാൻ. സത്യമേ, എന്റെ വീട്ടിൽ നീ ഇനി വേണ്ട. ഇറങ്ങിപ്പോ, ഇറങ്ങിപ്പോകാൻ. ചെടി നിന്നോടല്ലടി പറഞ്ഞത് ഇറങ്ങിപ്പോകാൻ. സത്യമേ. അമ്മ എന്താ ഇത്? അമ്മ എന്ത് ഭ്രാന്തൊക്കെ അമ്മ ഈ കാണിക്കുന്നേ? എടാ, ഇവൾക്ക് ഇവളുടെ ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കണമെന്ന് അത് എന്റെ ബാധ്യതയാണെന്ന്.
ഇവളെന്നെ ഭീഷണിപ്പെടുത്തുക. ഇവളിവിടെ നിന്നാലല്ലേ ഇവളുടെ ഭർത്താവിനെ ഞാൻ ഉണ്ടാക്കി കൊടുക്കേണ്ടി വരൂ. സത്യമ്മ ക്ഷമിക്കണം വിഷ്ണുവേട്ട, ഞാൻ എന്റെ സങ്കടം കൊണ്ട്. അവളുടെ ഒരു സങ്കടം ഈ പൂങ്കണിയൊന്നും എന്റെ അടുത്ത് ചെലവാകില്ല. ഇറങ്ങി പോടി. അമ്മേ, രോഹിത്തിനെ കൊണ്ടുവരണം. അതല്ലേ നിന്റെ ആവശ്യം? നമുക്കിപ്പോ തന്നെ പോവാം. അവൻ എവിടെ ഉണ്ടെങ്കിലും കണ്ടുപിടിച്ച് കൊണ്ടുവരാം. എവിടെയുണ്ടെന്ന് എനിക്കറിയാം വിഷ്ണുവേട്ട. എവിടെ?